ഓം ദേവഗുരുവേ, ധർമ്മത്തിന്റെ ദീപമേ, വിദ്യയുടെയും വിവേകത്തിന്റെയും അമൃതധാരയെ. ആകാശമണ്ഡലത്തിലെ ഗ്രഹരാജാവായിട്ടുള്ള ബൃഹസ്പതി 2/6/2026 സിംഹാസനം മാറുകയാണ്. മിഥുനത്തിന്റെ വേഗത വിട്ട് കർക്കിടകത്തിന്റെ കുളിർമയിലേക്ക്, കരുണയും ജ്ഞാനവും കൈകോർത്ത് നടക്കുന്ന പാതയിലേക്ക്. ഓം ബൃഹസ്പതയേ നമ. ഓം ദേവഗുരുവേ നമ. കാലത്തിന്റെ വേഗതയിൽ ഗ്രഹഗതി മാറുമ്പോൾ കനലുകൾ പോലും പൂക്കളായി മാറിയേക്കാം. അതിചാരം എന്നൊരു വിസ്മയ യാത്രയിൽ അറിവിൻ പൊരുൾ തേടി നമുക്ക് യാത്ര പോകാം. നമസ്കാരം. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ അറിവിന്റെ നിറകുടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാലചക്രത്തിൽ എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു. എന്നാൽ ഗുരു നീങ്ങുമ്പോൾ ജീവിത രേഖകൾ തന്നെ പുനർലിഖിതമാകുന്നു. 2026 ജൂൺ 2 ബൃഹസ്പതി മിഥുനത്തിന്റെ അസ്ഥിരവായുവിൽ നിന്ന് കർക്കിടകത്തിന്റെ സ്നേഹജലത്തിലേക്ക് അതിചാരത്തോടെ കടക്കുന്നു. ഇത് വെറും ഒരു രാശിമാറ്റമല്ല, അവസരങ്ങൾ വേഗത്തിൽ തുറക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്കിത് പുതിയ തുടക്കമാകും, ചിലർക്കിത് പരീക്ഷയാകും. എന്നാൽ ധർമ്മത്തിന്റെ വഴിയിൽ നിൽക്കുന്നവരെ ഗുരു കൈവെടിയുകയില്ല. ഇപ്പോൾ നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. വ്യാഴം 12ാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്കാണ് എത്തുന്നത്. വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകം. ഗുരു നിന്റെ വീട്ടിൽ. ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ധാര. വിശ്വാസമാണ് നിന്റെ ആയുധം. കർക്കിടകക്കൂറുകാരെ, നമുക്ക് ഒന്നിച്ച് ഈ വിഷയത്തെ അറിയാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12ൽ നിന്ന് ജന്മരാശിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കർക്കിടക്കൂറുകാർക്ക് വ്യാഴം 6ഉം 9ഉം ഭാവാധിപനാണ്. ഭാഗ്യാധിപത്യമുള്ള വ്യാഴമാണ് ഉച്ചത്തിൽ വരുന്നത്. ഭാഗ്യാധിപൻ കഴിഞ്ഞ ഏതാനും നാളുകളായി 12ാം ഭാവത്തിലാണ്. അത് മറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ജൂൺ 2 മുതൽ വ്യാഴം ജന്മരാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ സ്വന്തം രാശിയിൽ തന്നെ വ്യാഴം അത്ര സുഖകരമല്ല എങ്കിലും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു ലഭിക്കുന്നതാണ്. ജന്മരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം ഉണ്ടാകുന്നതിനും പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനും സാഹചര്യമുണ്ട്. ലൗകിക സുഖങ്ങൾ ഉണ്ടാകുന്നതിനും വാക് സാമർഥ്യം വർദ്ധിക്കുന്നതിനും സാഹചര്യമുണ്ടാകും. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതിനും തീരുമാനങ്ങളാകുന്നതിനുമൊക്കെ ഇടയുണ്ടാകും. യാത്രകൾ വേണ്ടി വരുന്നതാണ്. അതോടൊപ്പം തന്നെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. വിദേശയാത്രയൊക്കെ തരപ്പെടുന്നതാണ്. കടബാധ്യതകൾ വീട്ടിൽ തീർക്കാൻ സാധിക്കുന്നതാണ്. ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശമനവും ഉണ്ടാകുന്നതാണ്. വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതിനും സാഹചര്യം ഉണ്ടാകും. കൂടാതെ കുടുംബത്ത് സുഖവും സമാധാനവും ലഭിക്കുന്നതാണ്. ആജ്ഞാശക്തി വർദ്ധിക്കാനും സാഹചര്യമുണ്ടാകും. വിദിതൻ തൂലിക ചലിപ്പിക്കും നേരത്ത് ശുഭമായി ഭവിക്കട്ടെ സർവ്വതും മർത്യരിൽ. ഗുരുവിൻ കടാക്ഷം കവചമായി നിൽക്കവേ ദുരിതങ്ങൾ മായുന്ന പുലരി ഉണ്ടാകാം. ഗ്രഹഗതികൾ മാറാം, നിഴലും വെളിച്ചവുമെല്ലാം മാറി മാറി മറിയാം. എന്നാൽ ശുഭചിന്തയും കർമ്മശുദ്ധിയും കൈമുതലാക്കിയാൽ ഏത് അതിചാരത്തെയും നമുക്ക് അതിജീവിക്കാനാകും. കർക്കിടകത്തിലെ ഈ ഗുരുപ്രഭാവം ഏവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗുരുവചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും വെളിച്ചം കൊളുത്തിയെങ്കിൽ ധർമ്മത്തിന്റെ നിശബ്ദ സമ്മതമായി നൽകൂ ഒരു ലൈക്ക്. ഈ ജ്ഞാനം മറ്റൊരു ജീവിതത്തിലേക്കും എത്തണമെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഋഷിപ്രോക്തത്തിലെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയേക്കുക. ഓം ഗുരുവേ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.